അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കും ജനങ്ങൾ വോട്ടിലൂടെ നൽകിയ കനത്ത പ്രഹരത്തിന് പിന്നാലെ ഇത്രയും കാലം അണികളെ മാത്രം പഠിപ്പിച്ച ആ ഇടതുപക്ഷ രീതിശാസ്ത്രം ഒടുവിൽ സ്വന്തം നേതാക്കൾക്ക് നേരെ തന്നെ പ്രയോഗിക്കേണ്ട ഗതികേടിലാണ് CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തവിടുപൊടിയായ കോട്ടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലിരുന്ന് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി തെറ്റുകുറ്റങ്ങൾ എണ്ണി പറയുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കടുപ്പിച്ചു പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിനാണ് ഈ നാട്ടിൽ നിലകൊള്ളുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലത്രേ. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും കടുത്ത ജാഗ്രത കുറവും അലംഭാവവും ഉണ്ടായി എന്ന് കേന്ദ്ര കമ്മിറ്റി തുറന്ന് സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഴിഞ്ഞു വീഴുന്നത് പാർട്ടിയുടെ അപ്രമാദിത്വത്തിന്റെ മുഖം മൂടിയാണ്. പാർട്ടിയുടെ ഉരുക്കുകോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വരെ അണികൾ കൈവിട്ടത് നേതൃത്വത്തിന്റെ അമിത ആത്മവിശ്വാസം കൊണ്ടാണ് എന്നാണ് ബേബി പറഞ്ഞത്. നമ്മുടെ മണ്ഡലമല്ലേ, അവിടെ ആര് നിന്നാലും ജനങ്ങൾ വോട്ട് ചെയ്തോളുമെന്ന വിഴുപ്പുഭാണ്ഡം ചുമലിലേറ്റി നടന്ന താഴെത്തട്ടിലെ നേതാക്കൾക്ക് ജനങ്ങൾ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പൊതുസമൂഹം CPMൽ നിന്നും വലിയ ധാർമ്മിക മൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റൊരു കണ്ടെത്തൽ. കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷേ നേതാക്കളുടെ മക്കൾക്കും മരുമക്കൾക്കും ബന്ധുക്കൾക്കും യോഗ്യതയുണ്ട് എന്ന പേരിൽ സ്ഥാനാർത്ഥിത്വവും പിൻവാതിൽ നിയമനങ്ങളും താരത്തിൽ വെച്ച് നീട്ടുമ്പോൾ ജനങ്ങൾക്കുണ്ടായ അമർഷം തിരിച്ചറിയാൻ കഴിയാത്തത്ര അന്ധന്മാരായി പോയി പാർട്ടിയുടെ കണ്ണുകൾ. സ്വന്തം വീടുകളിലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കണ്ടുമടുത്ത സാധാരണ ജനങ്ങൾക്ക് മുന്നിലേക്കാണ് നേതാക്കൾ സ്വന്തം ബന്ധുക്കളെ വികസന നായകന്മാരായി പ്രതിഷ്ഠിച്ചത്. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പ്രചാരണം നയിച്ച കസേര പ്രേമികളായ നേതാക്കൾക്ക് എങ്ങനെ ഒഴിഞ്ഞുമാറാനാകും? സാധാരണക്കാരുടെ ഉപജീവന പ്രശ്നങ്ങളും ജനപക്ഷ നയങ്ങളും ചർച്ചയാക്കുന്നതിൽ പാർട്ടി സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുവെന്ന് പറയുമ്പോൾ പാർട്ടി ജനങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നുപോയി എന്ന് വ്യക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത കുറവ് പ്രധാന തിരിച്ചടിയായി മാറിയെന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് ചില വീഴ്ചകളും അലംഭാവവും സംഭവിച്ചു. നേതാക്കളുടെ ബന്ധുക്കൾക്ക് അർഹതയുണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്കിടയിലുണ്ടായ വികാരം തിരിച്ചറിയുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി. പ്രചാരണം നയിച്ച നേതാക്കൾക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചവർക്കും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പാർട്ടിക്ക് വലിയ വീഴ്ചയുണ്ടായി. സാധാരണക്കാരുടെ ഉപജീവന പ്രശ്നങ്ങളും ജനപക്ഷ വികസന നയങ്ങളും തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കേന്ദ്ര ബിന്ദുവാക്കുന്നതിൽ പ്രചാരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. എന്നിങ്ങനെ എണ്ണിയാണ് MA ബേബി അക്കമിട്ട് നിരത്തിയത്. ഇതിനെല്ലാം പുറമെ CPMന്റെ കപട മതേതരത്വത്തിന്റെ മുഖത്തേറ്റ വലിയൊരു തിരിച്ചടിയും MA ബേബി കേന്ദ്ര കമ്മിറ്റിയിൽ വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയ ചുവയും വിഭജനമുണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ CPM നേതൃത്വം പുലർത്തിയ ആ വലിയ മൗനം വലിയ വീഴ്ചയായി പാർട്ടി വിലയിരുത്തുന്നു. വർഗീയതയ്ക്കെതിരെ സിംഹഗർജനം നടത്തുന്ന പിണറായി വിജയനും കൂട്ടരും വോട്ട് ബാങ്ക് തകരുമോ എന്ന ഭയത്താൽ അന്ന് കാട്ടിയ മൃദു സമീപനവും പുലർത്തിയ ഭയഭക്തി ബഹുമാനവും പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാരിൽ പോലും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. മതേതര മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വർഗീയ നിലപാടുകൾക്ക് മുന്നിൽ നട്ടെല്ല് പണയം വെച്ച ഇടതുപക്ഷത്തിന് വോട്ടർമാർ നൽകിയ കൃത്യമായ ശിക്ഷയാണ് ഈ പ്രതിപക്ഷ തീർപ്പ്. എന്നാൽ തോൽവിക്ക് പിന്നാലെ LDF മുന്നണിയിൽ ഇപ്പോൾ കേൾക്കുന്നത് വെറും തർക്കങ്ങളെയല്ല, മുന്നണിയുടെ തകർച്ചയുടെ ആക്കം കൂട്ടുന്ന വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. അധികാരം പോയതോടെ ഘടകകക്ഷികൾ ഓരോന്നോരോന്നായി CPMന്റെ വലിയേട്ടൻ മനോഭാവത്തിനെതിരെ പരസ്യമായി വാളെടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. മുന്നണി ഏത് നിമിഷവും തകരാമെന്ന അവസ്ഥയിലാണ്. ഇതിലും വലിയ ആഭ്യന്തര യുദ്ധമാണ് CPMനുള്ളിൽ നടക്കുന്നത്. പാർട്ടിയിൽ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെ സ്വയം വിമർശനത്തിന് വിധേയരാകണമെന്ന് MA ബേബി ആഹ്വാനം ചെയ്യുമ്പോൾ താഴെത്തട്ടിൽ മാറ്റം ആഗ്രഹിക്കുന്ന അണികളുടെ അമർഷം ഇരമ്പുകയാണ്. നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകളിൽ മനം മടുത്ത അണികളും താഴെത്തട്ടിലെ നേതാക്കളും ഒന്നിച്ചു പാർട്ടിക്കുള്ളിൽ പുതിയൊരു പ്രതിപക്ഷ ചേരിക്ക് രൂപം നൽകി കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സംസ്ഥാന സമിതിയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് നിലവിലുള്ള വൻമരങ്ങളായ നേതാക്കൾ തങ്ങളുടെ കസേരകൾ സംരക്ഷിക്കാൻ നോക്കിയാൽ അത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ
വലിയ തോതിലുള്ള അസംതൃപ്തിക്കും നിസ്സഹരണത്തിനും അതിലുപരി വലിയൊരു പിളർപ്പിനും വഴി തുറക്കും. തെറ്റുകൾ തിരുത്താനായി വിപുലീകൃത സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരും എന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. എന്നാൽ ആഭ്യന്തര തർക്കങ്ങളും അണികളുടെ അമർഷവും പുകയുന്ന CPM-ന് വരും ദിവസങ്ങളിൽ ഈ വിശാല സംസ്ഥാന സമിതി യോഗം ഒരു തിരുത്തൽ വേദിയായിരിക്കില്ല. മറിച്ച് കസേര സംരക്ഷിക്കാൻ നോക്കുന്ന സംസ്ഥാന നേതൃത്വവും മാറ്റം ആഗ്രഹിക്കുന്ന പുതിയ ചേരിയും തമ്മിലുള്ള പരസ്യമായ യുദ്ധഭൂമിയും CPM-ന്റെ വലിയൊരു അഗ്നിപരീക്ഷയുമായിരിക്കും എന്ന് ഉറപ്പാണ്.